ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ തന്നെ ശില്പനെ അന്വേഷിച്ച് കുറച്ച് പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മ വന്ന് വിളിച്ചു. ഉറക്കം എണീറ്റ് പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഇവിടെയല്ല, ടെറസിന്റെ മുകളിലാ വന്നിരിക്കണമെന്ന് അമ്മ പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോ ഇതാ ഇരിക്കണു കോട്ടുവായി വിട്ടിട്ട്. പാവം, നല്ല യാത്രാക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ആളെന്തായാലും ഒറ്റയ്ക്കല്ല, ഒരു സ്ക്വാഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞതും ഓരോരുത്തർ എവിടെന്നൊക്കെയോ വന്ന് ടെറസിലേക്ക് ലാൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ടീംമേറ്റ്സ് മൊത്തം ഇപ്പൊ ഒന്നിച്ചെത്തിയിട്ടുണ്ട്. ഇതാ ഈ നടക്കണ ഇവനെ കണ്ടോ ഗൈസ്? ഇവനാണ് ഈ ഗ്യാങ് ലീഡർ. അവന്റെ ആ ടെറർ നോട്ടം കണ്ടോ? എന്തായാലും ശില്പനെ അന്വേഷിച്ച് ഇത്ര ദൂരം വന്നതല്ലേ, ഒന്നും സൽക്കരിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ. ഒരു റസ്ക് കൊടുത്തു. ആളെന്തായാലും അതെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു. അങ്ങനെ ഇപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ബട്ട് ഇവൻ മാത്രം ഒന്നും കഴിക്കാതെ എന്തൊക്കെയോ ആലോചിച്ച് ഡിപ്രഷനിൽ ഇരിക്കുകയാണ് പുള്ളി. ഇടയ്ക്ക് താഴോട്ട് നോക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മേളിൽ നിന്നെങ്ങാനും ചാടിച്ചാവോന്നായിരുന്നു എന്റെ പേടി. ഇവരിവിടെ കപ്പിൾസ് ആയിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഓഹ് ഗായ്സ്, അത് നോക്കൂ, ആ ഡിപ്രഷൻ ഉള്ളവനല്ലേ അതാ കയറി ഇരിക്കുന്നത്. എടാ മോനെ, അരുത്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് സോൾവ് ചെയ്യാ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗിലൂടെ മാറ്റാ. ഇറങ്ങ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ചാടല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മിന്നൽ മുരളിനെ പോലെ അമ്മ അവിടെ എത്തി അവനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു. ഞങ്ങള് പിന്നെ അവനൊരു റസ്കും കൊടുത്ത് കുറച്ച് കൗൺസിലിംഗും കൊടുത്തപ്പോ ആള് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ റസ്ക് കഴിച്ച് വീണ്ടും കാണാൻ ബായെന്നും പറഞ്ഞ് അവൻ അതാ പോയി.